കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒയുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തിരൂർ പോലീസ് ലൈനിലെ വിഷൻ ടവറിൽ നടന്ന മത്സരം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മൈലാഞ്ചി കൊണ്ട് മൊഞ്ചേറും കവിതകളാണ് മത്സരാർത്ഥികൾ കൈകളിൽ വരച്ചിട്ടത്. വിപുലമായ കലാവിരുന്നും മത്സരത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. 30ഓളം മത്സരാർത്ഥികൾ, 1.5 മണിക്കൂർ സമയദൈർഘ്യം. മൊഞ്ചത്തിമാരുടെ കൈകളിൽ ഇതാ കല്യാണ ചന്തം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇക്കുറി മലപ്പുറം തിരൂരിലെ പോലീസ് ലൈനിൽ വിഷൻ ടവറിൽ വിപുലമായ മെഹന്തി മത്സരം സംഘടിപ്പിച്ചത്. മത്സരം ആരംഭിച്ചതോടെ മത്സരാർത്ഥികൾ മൈലാഞ്ചി കൊണ്ട് കവിത രചിച്ചു. കടും പച്ച നിറത്തിൽ കൈത്തണ്ടകളിൽ വിരിഞ്ഞതത്രയും എന്തെന്ത് ഡിസൈനുകൾ! നിശ്ചിത സമയപരിധിക്കുള്ളിൽ മൈലാഞ്ചി ചന്തം പൂർണ്ണമായിരിക്കുന്നു. പിന്നെ വിധി നിർണയം. 3 റൗണ്ടുകൾ വേണ്ടി വന്നു അന്തിമ വിധി നിശ്ചയിക്കുന്നതിന്. വാശിയേറിയ മത്സരത്തിൽ കടുകിട വ്യത്യാസം കൊണ്ട് 3 പേർ വിജയികളായി. ഉണ്ണിയാൽ സ്വദേശി ഉമ്മു ഫാലില ആൻഡ് ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. തിരുനവായ സ്വദേശി MK ഷംന ആൻഡ് ടീം 2ാം സ്ഥാനവും താനാളൂർ സ്വദേശി ഫിദ ഷെറിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഖദീജ ഷാ താനൂർ, ഹാജിറ ഷാജി തിരൂർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മെഹന്തി ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഗീത നിശയും ഒരുക്കിയിരുന്നു. ഓ സൈനബ, അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? വിജയികൾക്കും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ, തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ തിരൂർ എന്നിവർ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M അബൂബക്കർ സിദ്ദീഖ്, സിഒഎ സംസ്ഥാന സമിതി അംഗം P രഘുനാഥ്, സിഒഎ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P മനോഹരൻ, T ശിഹാബ്, ഗോപിനാഥൻ, സിഒഎ തിരൂർ മേഖലാ സെക്രട്ടറി T അനൂപ്, മേഖലാ ട്രഷറർ P അജിത് കുമാർ എന്നിവർ കൈമാറി. സമ്മാനം നിർവഹിക്കുന്നതിന് വേണ്ടി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ കേരള വിഷൻ ചെയർമാനുമായ അബൂബക്കർ സിദ്ദീഖ് സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ നോമ്പെന്ന് പറയുന്നത് നമ്മളെ വിശപ്പറിയാൻ ഞാനതിൻ്റെ വിവരണങ്ങൾ നിങ്ങളെ അറിയിക്കുകയല്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. വിശപ്പ് എന്താണെന്ന് നമ്മളും അറിയുക. വിശപ്പറിയുന്നവരെ പോലെ, വിശക്കുന്നവനെ പോലെ വിശപ്പ് എന്താണെന്ന് നമുക്കും അറിയാനുള്ള ഒരവസരം. വലിയ റിലയൻസ് ഒക്കെ പോലെയുള്ള വലിയ കമ്പനികളോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങളൊക്കെ തന്ന സ്നേഹവും സഹകരണവുമാണ് ഞങ്ങളുടെ വളർച്ച. തീർച്ചയായും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ TCVയുടെ പേരിൽ ഇങ്ങനെ മെഹന്തി മത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ്. വേറെയും പ്രോഗ്രാമുണ്ട്. 25ാം തീയതി പൂങ്ങോട്ടുകുളത്ത് കൈകൊട്ടി മത്സരം നടത്തുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. മറ്റ് കേബിൾ ടിവി ഓപ്പറേറ്റർമാരും TCV ഗോൾഡ് കേരള വിഷൻ സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.